മഹാത്മാഗാന്ധി ഇല്ലാത്തൊരു പി എസ് സി പരീക്ഷയോ? ഇംപോസിബിൾ. പി എസ് സിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മഹാത്മാഗാന്ധി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ്. സോ ഇന്ന് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ക്യാപ്സ്യൂൾ സെഷനിലൂടെ നമ്മൾ നോക്കാനായി പോകുന്നത് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇനി അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ പ്രീവിയസ് ഇയർ ഒരു 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സത്യാഗ്രഹങ്ങളും സമരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അതൊന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ചമ്പാരൻ സത്യാഗ്രഹം, ഗേദ സത്യാഗ്രഹം, ബർദോളി സത്യാഗ്രഹം അല്ലെ, സോ അവിടെയൊക്കെ കുറെ കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും. സോ അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ക്യാപ്സ്യൂളിന്റെ 16ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് എൻട്രിയിലെ പ്ലേലിസ്റ്റിൽ പോയിട്ട് അവിടെ നമ്മുടെ LGS ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്, അതിൽ പോയിട്ട് ഫസ്റ്റ് പാർട്ട് തൊട്ട് കണ്ടുവരികയാണെങ്കിൽ LGS പരീക്ഷയ്ക്ക്, അതായത് നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷയ്ക്കും മെയിൻസ് പരീക്ഷയ്ക്കും, മെയിൻസ് എന്ന് പറയുമ്പോൾ LGSന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുന്നു. നിങ്ങൾ വിചാരിക്കും മാസങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്, പഠിക്കാൻ സമയമുണ്ട് എന്നൊക്കെ. പക്ഷെ മക്കളെ, സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. നമ്മൾ നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റിവെച്ച് പോവുകയാണെങ്കിൽ നമ്മളെ എക്സാം പെട്ടെന്ന് വരും. ഈ സമയങ്ങളിൽ പഠിച്ചവര് ആ സമയം പോയി റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോയിരുന്ന് ഒന്നേന്നും പറഞ്ഞ് പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. മനസ്സിലായോ? സോ അതുകൊണ്ട് മനസ്സിലാക്കുക, ഇപ്പൊ പഠിച്ചാ പഠിച്ചു. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എക്സാം പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമുക്ക് കമ്പനി ബോർഡ് LGS എന്ന് പറയുമ്പോൾ ഒരു പ്രിലിമിനറി പരീക്ഷയുണ്ട്, അതേപോലെ തന്നെ മെയിൻസ് പരീക്ഷയുണ്ട്. പ്രിലിമിനറി എന്ന് പറയുന്നത് 10th പ്രിലിംസുമായിട്ട് ചേർന്ന് നടക്കുന്ന പരീക്ഷയാണ്. 10th പ്രിലിംസിനകത്ത് എന്തോ വരുന്നുണ്ട്, നമ്മുടെ ബെപ്കോ LD വരുന്നുണ്ട്. അതിന് പ്രിലിംസും നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസും ഒറ്റ പരീക്ഷയായിരിക്കും. അത് പാസ്സായാൽ മാത്രമേ, അതിന്റെ ഒരു കട്ട് ഓഫ് മാർക്ക് കിട്ടിയാൽ മാത്രമേ കമ്പനി ബോർഡ് LGSന്റെ മെയിൻസും ബെപ്കോ LDയുടെ മെയിൻസും നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് VFA പരീക്ഷ എഴുതാം അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ ഇങ്ങനെ പോകുന്നത്. അവരുടെ ടെന്റേറ്റീവ് ഡേറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് PSC പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അറിഞ്ഞിട്ടില്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ചില ആൾക്കാര് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികളാണ്, അവര് എക്സാംസ് ഉണ്ടെന്നറിയാം, പക്ഷെ എപ്പോഴാണ് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്, ഇനി അതിന്റെ ഡേറ്റ് കഴിഞ്ഞോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയാതെ വന്ന് അഡ്മിഷൻ എടുക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ എക്സാം ഡേറ്റ് ഒക്കെ മീൻസ് എന്താണ്, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ എക്സാമിന് വേണ്ടി പഠിക്കാനായിട്ട് വരുന്നത്, പക്ഷെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലൂടെ അപ്ഡേറ്റ് ആകാം, ടെലഗ്രാം ചാനൽസ് ഉണ്ട്, അവിടെ എല്ലാം നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴും എല്ലാം നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും, പോസ്റ്റേഴ്സ് വരുന്നുണ്ടാകും. അതെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ തിരിച്ചു വരാം. നമ്മൾ എന്ത് പഠിക്കാനായിട്ട് പോവുകയാണ്? മഹാത്മാഗാന്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും ഹോട്ടസ്റ്റ് ഏരിയ നോക്കാൻ പോവുകയാണ്. ഒരുപാട് ഹോട്ട് ഏരിയാസ് ഉണ്ട്, അതിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം, ഇത് എത്ര തവണ PSC ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു ചോദ്യവും ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു കൺഫ്യൂസിംഗ് ഫാക്ട് വരുന്ന ഒരു ചോദ്യമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ ചോദ്യം നിരന്തരമായിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിപ്പോ എത്ര പഠിച്ചിട്ട് പോയാലും റിവിഷൻ ചെയ്യാതെ പോകുന്ന ഒരാള് എക്സാം ഹാളിൽ പോയിരുന്ന് തെറ്റിക്കാനുള്ള സാധ്യത PSCക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവർ വീണ്ടും എടുത്തിടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിക്കേ, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസിൽ ബർദോളി സത്യാഗ്രഹം, ഖേഡ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നിൽക്കുന്ന പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് എന്തിനുള്ളതാണെന്നോ ഇതിന്റെ വർഷം ഏതാണെന്നോ ഇതൊക്കെ എപ്പോഴൊക്കെ നടന്നു എന്നുള്ളതോ ഇതിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമോ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന സ്റ്റേജിലാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഹേർട്ട് ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഈ ഒരു സ്റ്റേജിലാ, വേറെ ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഈ വീഡിയോ കാണുന്നവരും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ കമന്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് അറിയത്തില്ല, ഇതിന്റെ വർഷം അറിയത്തില്ല, ഇത് എന്തിനുള്ളതാണെന്ന് അറിയത്തില്ല, ഇതിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അറിയത്തില്ല എങ്കിൽ നിങ്ങൾ ഇതാ ഒരു ഹാർട്ട് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ഇനി നിങ്ങൾ ഇത് അറിയത്തില്ലെന്ന് പറയത്തില്ല കേട്ടോ. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം.
ബർദോളി സത്യാഗ്രഹം, ഗേഡ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് സത്യാഗ്രഹം. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാത്തിനും ഒരു സത്യാഗ്രഹം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ. പക്ഷെ PSC നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇട്ട് ചോദിക്കും. പക്ഷെ നമ്മൾ അവിടെ വീഴരുത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാടാ? ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ഗേഡയാണോ ചമ്പാരനാണോ എന്നൊക്കെ സംശയം വരും. അത് ഉത്തരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ദാ ശ്രദ്ധിച്ച് നിങ്ങൾ ഒരു 10 മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ആ 4 ഓപ്ഷൻസിനകത്തുള്ള ആ സത്യാഗ്രഹങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ട് പോവാം. ഓക്കെ ആണോ? ശ്രദ്ധിച്ചിരിക്കുക. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഒന്നുകൂടെ കേട്ടെ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓക്കെ, ഇനി ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, 1917. ഓക്കെ, ശ്രദ്ധിക്കണേ. 1917 എന്ത് ആരംഭിക്കുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ചമ്പാരൻ ആദ്യത്തത് ചമ്പാരൻ. ഗാന്ധിജി ആദ്യത്തത് ചമ്പാരൻ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. വർഷം 1917. 17 വയസ്സുള്ളപ്പോ സത്യാഗ്രഹത്തിന് ഇറങ്ങി ചുമ്മാ നോക്കി വെച്ചിരുന്നാൽ മതി. ചമ്പാരനിലേക്ക് പോയി, ബീഹാറിലെ ചമ്പാരനിൽ പോയിട്ട് ഗാന്ധിജി 17 വയസ്സുള്ളപ്പം തുടക്കത്തിൽ ആദ്യത്തെ സത്യാഗ്രഹം നടത്തിയെന്ന് ചുമ്മാ ഓർത്ത് വെച്ചിരുന്നാൽ എപ്പോഴെങ്കിലും ചിലപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആയിരിക്കും നിങ്ങൾ മനസ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആരംഭിച്ചത് 1917. ഇനി എന്തായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു ഈ സംഭവം? ആദ്യമായിട്ട് ഇവിടെ വന്ന് സത്യാഗ്രഹം നടക്കുന്നുണ്ട്. അദ്ദേഹം എവിടെ ആയിരുന്നു? ദക്ഷിണാഫ്രിക്കയിലായിരുന്നു അല്ലെ. ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ആള് എന്ത് ചെയ്യുന്നു? 1915 അല്ലെ. 1915 ജനുവരി മാസം 9-ാം തീയതി എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്നു. എവിടെ നിന്നും? സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ജനുവരി 9 നമ്മൾ എന്തെന്നാ ആചരിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ്. എന്ത് ദിവസമായിട്ടാണ്? പ്രവാസി ഭാരതീയ ദിവസം. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നതാ ഇവിടെ എത്തി. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം എന്ത് ചെയ്യുന്നു? ചമ്പാരൻ സത്യാഗ്രഹത്തിന് പോകുന്നു. ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നോക്കൂ, നീലം തോട്ടം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇൻഡിഗോ കൾട്ടിവേഷൻ, അതായത് നമ്മുടെ നീലം ഡൈ ഉണ്ടല്ലോ, അതായത് ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലണ്ടിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാച്ചുറൽ ഡൈ ആവശ്യമായിട്ടുണ്ടായിരുന്നു, കളർ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നാച്ചുറൽ ഡൈ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ നിന്നും ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. സോ ഇവിടെ നീലം കൃഷി ചെയ്തു. ഒരു സൈസ് ചെടിയാണ്. ഓക്കെ, അത് എന്ത് ചെയ്യണമായിരുന്നു? കൃഷി ചെയ്യണമായിരുന്നു. പക്ഷെ ഈ നീലം കൃഷി ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കർഷകർക്ക്, ഇന്ത്യയിലുള്ള കർഷകർക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അവർക്ക് സാധാരണ കൃഷി ചെയ്യുന്നതിനേക്കാളും തുച്ഛമായ പൈസക്കാണ് ഈ നീലം കൃഷി അല്ലെങ്കിൽ നീലം കൾട്ടിവേറ്റ് ചെയ്ത സംഭവങ്ങൾ ബ്രിട്ടീഷുകാർ കൈപ്പറ്റിയിരുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് അത് ഭയങ്കര നഷ്ടമായിരുന്നു. ഓക്കെ, അവിടെ നീലം കർഷകരെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്രിട്ടീഷുകാര് ചൂഷണം ചെയ്തു. പാശ്ചാത്യർ എന്ത് ചെയ്യുന്നു? ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ ഗാന്ധിജിയുടെ എൻട്രി. ഓക്കെ, ഗാന്ധിജി വരികയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്? നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകർക്ക് സപ്പോർട്ടായിട്ടാണ് മക്കളെ. ആര് വരുന്നു? നമ്മുടെ ഗാന്ധിജി വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നീലം തോട്ടം, അവിടെ കുറെ കർഷകർ നിൽക്കുന്നു, ദാ നടന്നു വരുന്നു നമ്മുടെ ഗാന്ധിജി. ഏത് വർഷം? 1917. ഇപ്പൊ സ്ഥലം എവിടെയാണ്? ബീഹാറിലാണ്. ബീഹാറിലെ ഏത് സ്ഥലത്താണ് ഗാന്ധിജി വന്നത്? ചമ്പാരനിലാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ദാ അടുത്ത ചോദ്യം, തിങ്കതീയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരുന്നു? തിങ്കതീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കർഷകന് 20 ഭാഗം ഭൂമി കൃഷി ചെയ്യാനുണ്ടെങ്കിൽ അതിൽ 3 ഭാഗത്ത് എന്ത് ചെയ്യണം? നീലം കൃഷി ചെയ്യണം എന്നുള്ള ഒരു സമ്പ്രദായം ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാര് കൊണ്ടുവന്നു. സോ ഒന്നും കൂടെ ഞാൻ പറയുന്നു, എന്താണ് തിങ്കതീയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ 30 എന്നുള്ള സംഭവമല്ല, 20 ആണ്. ഓക്കെ, 30 അല്ല 20 ആണ്. 20 ഭാഗം ഭൂമി ഉണ്ടെങ്കിൽ അതിന്റെ 3 ഭാഗത്ത് എന്ത് ചെയ്തിരിക്കണം? നീലം കൃഷി ചെയ്തിരിക്കണം എന്ന് നിർബന്ധമാക്കി. അതിനെയാണ് തിങ്കതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, തിങ്കതീയ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്,
തിങ്കതീയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിങ്കതീയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലായോ? ചമ്പാരൻ സത്യാഗ്രഹം വർഷം 1917, സ്ഥലം ബീഹാർ. അത് നീലം കർഷകരുടെ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ചമ്പാരനിലേക്ക് വരുന്നത്. തിങ്കതീയ സമ്പ്രദായം എന്താണ്? തിങ്കതീയ സമ്പ്രദായം എന്ന് ചോദിച്ചാൽ 20 ഭാഗം ഭൂമിയില് 3 ഭാഗത്ത് നീലം കൃഷി ചെയ്യണം എന്ന് നിർബന്ധമാക്കിയ സമ്പ്രദായത്തിനെയാണ് തിങ്കതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇനി നിങ്ങൾ പറയും ബീഹാർ ആണ്. ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. അതിന്റെ പ്രാദേശിക നേതാവ് ഇവിടെ നിന്ന് ഒരാളെ വിളിച്ചിട്ടാണ് ഗാന്ധിജി ഇങ്ങോട്ട് വന്നത്. ആരാണ് പ്രാദേശിക നേതാവ്? രാജ്കുമാർ ശുക്ലയാണ്. ആരാണ്? രാജ്കുമാർ ശുക്ലയാണ് പ്രാദേശിക നേതാവ്. എന്തിന്റെ? ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ്. കേട്ടോ? ഇനി ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് 2017, 18, 19, 20 എന്നൊക്കെ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് 1917 അറിയാത്ത ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ? അതുകൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക, 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം ബീഹാറിലാണ്. ബീഹാറില് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? നീലം കർഷകരുടെ ഇതിന് വേണ്ടിയിട്ടാണ്. നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം നീലം കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. തിങ്കതീയ സമ്പ്രദായം ഇതുമായി ബന്ധപ്പെട്ടതാണ്. തിങ്കതീയ സമ്പ്രദായം ഇതുമായി ബന്ധപ്പെട്ടതാണ്. രാജ്കുമാർ ശുക്ലയായിരുന്നു ഇതിന്റെ പ്രാദേശിക നേതാവ്. അതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത് 2017 ആഘോഷിച്ചതല്ല, ആചരിച്ചത്. കേട്ടോ? ഓക്കെ, 2017. മനസ്സിലായോ? ക്ലിയർ ആണ്? ഇനി ചമ്പാരൻ സത്യാഗ്രഹം മറന്നു പോകത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഒറ്റയടിക്കൊന്ന് പറയാമോ? ചമ്പാരൻ സത്യാഗ്രഹത്തെ പറ്റി ഒറ്റയടിക്ക് പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. വർഷം 1917. നീലം കർഷകരെ പാശ്ചാത്യർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ ആദ്യ പ്രക്ഷോഭമായിരുന്നു ഇത്. നടന്നത് വർഷം നമ്മൾ പറഞ്ഞു 1917 ആണെന്ന്. തിങ്കതീയ സമ്പ്രദായം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു. പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയായിരുന്നു. 100ാം വാർഷികം ആചരിച്ചത് എന്നാണ്? 2017. ഈ ചോദ്യങ്ങൾ ഇനി തെറ്റിക്കാതെ നിങ്ങൾ ഉത്തരം ചെയ്യുമല്ലോ, അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്തതാ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു അഹമ്മദാബാദ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അഹമ്മദാബാദ് സത്യാഗ്രഹം? നമ്മൾ അതിനെ അങ്ങനെ പറയുന്നതിലും ബെറ്റർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അഹമ്മദാബാദ് മിൽ സമരം എന്നാണ്. അഹമ്മദാബാദ് മിൽ സമരം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന്റെ വർഷം ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ തൊട്ടടുത്ത വർഷമാണ് 1918. എന്നാണ്? 1918. ഓക്കെ, നോക്കൂ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. ആദ്യത്തെ എന്ത് സമരം എന്നാണ്? സത്യാഗ്രഹം എന്നാണോ പറഞ്ഞത്? അല്ല, നിരാഹാര സമരം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഒരിക്കലും ചമ്പാരൻ എന്ന് പറയരുത്, അഹമ്മദാബാദ് തുണിമിൽ സമരമാണ്. മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നു. നമ്മുടെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹം. ഓക്കെ, ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്നോ നിരാഹാര സമരം എന്നോ ചോദിച്ചാൽ അവിടെ നമ്മൾ പറയേണ്ടത് അഹമ്മദാബാദ് മിൽ സമരമാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാല് അവിടെ പ്ലേഗ് ഒക്കെ പരന്നു പിടിക്കുന്ന സമയത്ത് ഇവർക്ക് ജോലി നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്ലേഗ് ബോണസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഇവരെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് പ്ലേഗ് ബോണസ് ഒക്കെ നിർത്തലാക്കി. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ദെൻ ഇവർക്ക് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രക്ഷോഭമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട സമരം എന്ന് ചോദിച്ചിട്ടുണ്ട് PSC. ഉത്തരം അഹമ്മദാബാദ് മിൽ സമരമാണ്. 35% വേതന വർധനവ് ആവശ്യപ്പെട്ട്
ഗാന്ധിജി നിരാഹാരം നടത്തിയത് അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. മനസ്സിലായോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അഹമ്മദാബാദ് മിൽ സമരം മറന്നു പോകരുത്. വർഷം 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം. നിരാഹാരം അഹമ്മദാബാദിൽ പോയി നിരാഹാരം കിടന്നു. ചമ്പാരനിൽ ആദ്യത്തെ സത്യാഗ്രഹം. ഓക്കെ അല്ലേ? തെറ്റിക്കത്തില്ലല്ലോ. ശരി, ഇനി അടുത്തതാണ് ഖേദ സത്യാഗ്രഹം. ഖേദ എന്നൊക്കെയാണ് PSC കൂടുതലായിട്ട് പറയുന്നത്. എന്നാൽ ഔദ്യോഗിക രേഖകളിൽ ഖേദ എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഖേദ സത്യാഗ്രഹത്തിന്റെ വർഷം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? 1918. അപ്പം അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ വർഷം 1918. അഹമ്മദാബാദ് മിൽ സമരം. അതുപോലെ തന്നെ ഖേഡയുടെ വർഷവും 1918. ചമ്പാരന്റെ വർഷം 1917. തെറ്റത്തില്ലല്ലോ. 17 ചമ്പാരൻ, 18 അഹമ്മദാബാദ്, 18 തന്നെ ഖേഡ. ഓക്കെ, അപ്പൊ ഖേദ സത്യാഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു. ഇത് എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? കർഷകരുടെ കയ്യിൽ നിന്നും ആവശ്യത്തിലധികം നികുതി പിരിക്കുന്നുണ്ടായിരുന്നു. കർഷകർക്ക് ഇവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? കൃഷിക്ക് വേണ്ടി ഭൂമി, നമ്മുടെ ജന്മി കുടിയൻ വ്യവസ്ഥയായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. ഈ ഭൂ ഉടമകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഭൂമി കൊടുക്കുന്നുണ്ടായിരുന്നു, അവരിൽ നിന്നും നികുതി പിരിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പോ കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. ഇപ്പം ഇവരെ കൊണ്ട് നീലം കൃഷിയൊക്കെ ചെയ്യിപ്പിച്ചപ്പോ തന്നെ എന്ത് സംഭവിച്ചു? അവരുടെ yield ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അത് മാത്രമല്ല, ഈ പ്ലേഗ് ഒക്കെ വന്ന സമയത്ത് അവിടെ മൊത്തത്തില് കൃഷിയൊക്കെ നശിക്കുകയുണ്ടായി. അങ്ങനെ ഇവർക്ക് നികുതി കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, കർഷകർക്ക് നികുതി കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയി. ആ സമയത്താണ് ഗാന്ധിജി അവർക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നത്. അതാ പറയുന്നത്, കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതെന്ന് ചോദിച്ചാൽ അത് ഖേദ സത്യാഗ്രഹമാണ്. ഓക്കെ, കാർഷിക നികുതി ഖേദ. ഓക്കെ, ഖേദ സത്യാഗ്രഹം കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹത്തിനെ അനുഗമിച്ച 2 വ്യക്തികൾ ഉണ്ടായിരുന്നു. ആരെ? മഹാത്മാഗാന്ധിയെ അനുഗമിച്ച ഇവിടെയുള്ള 2 വ്യക്തികളുണ്ട്. ഒന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്, മറ്റൊന്ന് ഇന്ദുലാൽ യാഗ്നിക് ആണ്. ആരാണ്? ഇന്ദുലാൽ യാഗ്നിക് ആണ്. അപ്പൊ അനുഗമിച്ച നേതാക്കൾ ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും ആണ്. മനസ്സിലായോ? അപ്പൊ ഖേദ സത്യാഗ്രഹത്തിന്റെ ഒന്ന് പറഞ്ഞേ. കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ഏത്? ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അനുഗമിച്ച നേതാക്കൾ ആരൊക്കെയാണ്? സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കുമാണ്. ഓക്കെ, ഇനി അടുത്തത് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന അടുത്തൊരു ഓപ്ഷൻ ആയിരുന്നു എന്ത്? ബർദോളി സത്യാഗ്രഹം. എന്താ മക്കളെ ബർദോളി സത്യാഗ്രഹം? നമ്മളെ ഖേഡ 18 ആണെങ്കിൽ, ഖേഡ 1918 ആണെങ്കിൽ അടുത്ത ഒരു 10 വർഷം കഴിഞ്ഞിട്ട് 1928 എന്ത് നടക്കുന്നത്? ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്. ബർദോളി സത്യാഗ്രഹം. ഓക്കെ, ഭൂനികുതി വർധനവ്. ഭൂമിയുടെ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഓക്കെ, ഭൂമിയിലെ നികുതി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം. ഈ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്നറിയാമോ? അത് നമ്മുടെ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. മനസ്സിലായോ? ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ക്ലിയർ ആണോ? ഒന്നുകൂടെ, ബർദോളി സത്യാഗ്രഹം നടക്കുന്നത് ഖേഡ സത്യാഗ്രഹത്തിന് 10 വർഷം ശേഷം 1928 അവിടെ നികുതിയാണെങ്കിൽ ഇവിടെ ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ്. അവിടെ അനുഗമിച്ച വ്യക്തികളിൽ ആരുണ്ടായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ടെങ്കിൽ ഇവിടെ നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയായിരുന്നു. ബർദോളി ഗാന്ധി എന്നതുകൊണ്ട് തന്നെ അറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇനി യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് എന്തായിരുന്നു? വല്ലഭായ് പട്ടേൽ എന്നായിരുന്നു. അതിവിടെ സർദാർ എന്നുള്ള ആ ഒരു പദവി കൊടുത്തത്, സ്ഥാനപ്പേര് കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ് വല്ലഭായ് പട്ടേലിന് എന്ത് സ്ഥാനപ്പേര് കൊടുത്തത്? സർദാർ എന്നുള്ള സ്ഥാനപ്പേര് കൊടുത്തത്. മനസ്സിലായോ? അപ്പൊ ബർദോളി സത്യാഗ്രഹത്തിന്റെ വർഷം ഒന്ന് പറഞ്ഞേ. 1928. ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ്. നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ബർദോളി ഗാന്ധി എന്നാണ് സർദാർ വല്ലഭായ് പട്ടേൽ അറിയപ്പെടുന്നത്. ബർദോളി സത്യാഗ്രഹത്തിന് വല്ലഭായ് പട്ടേൽ നൽകിയ നേതൃത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് ഗാന്ധിജി അദ്ദേഹത്തിന് നൽകിയ സ്ഥാനപ്പേരാണ് ഇത് സർദാർ എന്ന് പറയുന്നത്. മനസ്സിലായോ?
ക്ലിയർ ആണോ? അപ്പൊ ഇനി ചമ്പാരൻ എന്നും ഖേദ എന്നും അഹമ്മദാബാദ് മിൽ സമരം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുമോ? ഇനി ഇതാ നോക്കിക്കേ, ഇനി നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വർഷം ഒന്ന് പറഞ്ഞേ. 1917 എന്തുമായി ബന്ധപ്പെട്ടതാണ്? നീലം കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? തിങ്കതീയ സമ്പ്രദായമായിരുന്നു. തിങ്കതീയ സമ്പ്രദായം. ഇനി ഇവിടുത്തെ പ്രാദേശിക നേതാവ് ആരായിരുന്നു? രാജ്കുമാർ ശുക്ലയായിരുന്നു ഇവിടുത്തെ പ്രാദേശിക നേതാവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നീലം കൃഷിയുമായി ബന്ധപ്പെട്ട ആ ഒരു സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഇനി അടുത്ത നോക്കൂ. നമ്മൾ അത് കഴിഞ്ഞിട്ട് എവിടെ പോയി? അഹമ്മദാബാദ് സത്യാഗ്രഹം, അതായത് അഹമ്മദാബാദ് മിൽ സമരത്തിലേക്ക് പോയി. തൊട്ടടുത്ത വർഷമാണ് 1918 അവിടെ എന്താണ് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്? പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട സംഭവമായിരുന്നു അഹമ്മദാബാദ് മിൽ സമരം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ നിരാഹാര സമരം അല്ലെ, നമ്മുടെ ഗാന്ധിജി നേതൃത്വം കൊടുത്ത ആദ്യത്തെ നിരാഹാര സമരമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. സോ അവിടെ 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ആ ഒരു പ്രക്ഷോഭമായിരുന്നു അത്. അതിനുശേഷം നമ്മൾ ഖേദ സത്യാഗ്രഹത്തിലേക്ക് പോയി. ഖേദ സത്യാഗ്രഹത്തിന്റെ വർഷവും 1918 തന്നെയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നികുതി വർധനവിനെതിരെ നടന്ന ഒരു പ്രക്ഷോഭമായിരുന്നു ഈ ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ബർദോളി സത്യാഗ്രഹം, ഇവിടെ ഗാന്ധിജി അനുഗമിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ. അതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലെ. ഇനി ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇതിന് 10 വർഷത്തിന് ശേഷം 1928 നടന്ന സംഭവമാണ് ബർദോളി സത്യാഗ്രഹം. ഇവിടെ ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അത് പട്ടേലാണ്, സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ബർദോളി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി സർദാർ എന്നുള്ള സ്ഥാനപ്പേര് അദ്ദേഹത്തിന് നൽകിയത് ആരാണ്? സർദാർ എന്നുള്ള സ്ഥാനപ്പേര് നൽകിയത് ഗാന്ധിജിയാണ്. ഓക്കെ. അപ്പോ ഇത്രയും ചോദ്യങ്ങള് ഈ 4 പോയിന്റ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ശ്രദ്ധിച്ച് പഠിക്കുക, മാറിപ്പോകാതെ പഠിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ കമ്പനി ബോർഡ് LGSന്റെ ക്യാപ്സ്യൂൾ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും തുടർന്ന് ഫോളോ ചെയ്യുക. നമ്മൾ എക്സാമിന് മുമ്പായിട്ട് ഒരുവിധം പോർഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്യും. ആഴ്ചയിൽ 2-3 ക്ലാസ്സുകളൊക്കെ ആവശ്യപ്പെട്ട് കമന്റ്സ് വരുന്നുണ്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ അതിനനുസരിച്ച് എടുത്തു തരാം. ഇൻ കേസ് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി എന്റെ ക്ലാസ്സസ് കൂടുതൽ കേൾക്കണം, കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ സ്പെഷ്യൽ ബാച്ചസിലേക്കൊക്കെ ജോയിൻ ചെയ്യാം. നമ്മൾ കമ്പനി ബോർഡ് LGSന്റെയും 10th 12th ലെവൽ എക്സാംസിന്റെ ഒക്കെ ബാച്ചസ് ഒക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ അതിനകത്ത് നല്ല കോമ്പറ്റീഷൻ മൈൻഡോട് കൂടി മത്സരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കും അതിന്റെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബാച്ചിനെ പറ്റിയിട്ട് നിങ്ങൾ എൻട്രി ടീമുമായിട്ട് സംസാരിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള സത്യാഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. സോ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. ചമ്പാരൻ എന്നും ഖേദ എന്നും അഹമ്മദാബാദ് മിൽ സമരം എന്നും ബർദോളി സത്യാഗ്രഹം എന്നൊക്കെ കാണുമ്പോൾ പേടിക്കാതെ കറക്റ്റ് ആയിട്ട് പോയി ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.